എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ഇടാറുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നടക്കാറില്ല. എന്തായാലും ഇന്ന് ആ ഒരു പ്ലാന് സക്സസ് ആവാൻ പോവാണ്. അപ്പോൾ ഇത് കുറച്ച് മുന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ്. അന്ന് നമ്മുടെ കയ്യിൽ കാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ടൗണിൽ വരെ ഓട്ടോയിലാണ് പോകുന്നത്. നമ്മുടെ ഓട്ടോ തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കുഞ്ഞാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കൂടാണ് കേട്ടോ പോകുന്നത്. അതായത് ഇവർ 3-4 ഫ്രണ്ട്സുകളുണ്ട്. ഏറ്റവും ഉറ്റ ഫ്രണ്ട്സുകളാണ് കേട്ടോ. അപ്പോൾ അതിലൊരാളാണ് ഇത്, രതീഷ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അവനും അവൻ്റെ കുട്ടിയും വൈഫും കൂടാണ് ഞങ്ങളും അങ്ങനെ എല്ലാവരും കൂടാണ് മലമ്പുഴയിലോട്ട് പോകുന്നത്. അവരുടെ ഫ്രണ്ട്സുകളിൽ ഏറ്റവും എന്നോട് കമ്പനി ഉള്ളത് ഇവളാണ് കേട്ടോ. അതായത് ഇവളുടെ പേര് ഗീതു എന്നാണ്. ക്യാമറ കണ്ടതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിനിടയിൽ എന്തായാലും ഫാദിക്കുട്ടിക്ക് നല്ലപോലെ വിശക്കാൻ തുടങ്ങും. അങ്ങനെ അവർക്ക് വെള്ളം ചായയൊക്കെ കൊടുത്ത് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പറയാതിരിക്കാൻ വയ്യ. ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ ഇതുവരെ നമ്മൾ മലമ്പുഴയിൽ പോയപ്പോൾ ഇത്രയും അധികം തിരക്ക് കണ്ടിട്ടില്ല കേട്ടോ. അത്രയും നല്ലപോലെ തിരക്കും ബ്ലോക്കും ഒക്കെ ആയിരുന്നു. ഏകദേശം നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം വൈകിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ആ തിരക്കുകളൊക്കെ അതിജീവിച്ച് നമ്മൾ ഏകദേശം മലമ്പുഴ എത്താനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തുള്ളൊരു തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെ വന്നതാണല്ലോ, നമുക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റൂല. എന്തായാലും അവിടെ ചെന്നാൽ അറിയാം കാല് കുത്താൻ സ്ഥലമില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്ന കണ്ടിട്ട് അതിനിടയിൽ എന്തൊക്കെയോ പറയാണ് കേട്ടോ ഗീതു. എന്തായാലും എനിക്ക് പറ്റിയ എൻ്റെ വൈബിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാക്കാൻ്റെ ഒരു 4-5 ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവർ 5ാം ക്ലാസ്സൊക്കെ മുതലുള്ള ഒരു ഫ്രണ്ട്സാണ്. ഇപ്പോഴും ആ ഒരു ബന്ധം അവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര അവരെന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ഒരു ഫ്രണ്ട്സിനോട് മാത്രമാണ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ വേറെ കുറേ ഫ്രണ്ട്സ് വന്ന് പോയിട്ടുണ്ടെങ്കിലും അവരോടൊന്നും ഇങ്ങനെ ഒരു കോംബോ ഇല്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു തിരക്ക്. നല്ലപോലെ തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് എവിടെ ഇരിക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് എല്ലായിടത്തും നല്ലപോലെ ആളുകളായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് വന്നത്. അപ്പോൾ കുഞ്ഞാക്കാക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നത് വല്ലാതെ ഇഷ്ടമല്ല. അപ്പോൾ ഇവർ 2 പേരുള്ളതുകൊണ്ട് അവർ ആ ഒരു വൈബിനൊത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ വീഡിയോസും ഫോട്ടോസും ഒക്കെ നല്ലപോലെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ കുഞ്ഞാക്കാൻ്റെ സമ്മതമില്ലാതെ എടുക്കുന്നതാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ അവർ അപ്പുറത്തെ ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതിനിങ്ങനെ കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞാക്ക. ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലുള്ളൊരു പോക്കൊക്കെ പോയിട്ടില്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് മനസ്സൊക്കെ മടുത്തിരിക്കും കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ സംസാരിച്ച് പോകുമ്പോൾ. അപ്പോൾ ഞങ്ങളങ്ങനെ അധികം പോകാറൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അത് നല്ലൊരു രസമായി മാറാറുണ്ട് കേട്ടോ. നമുക്കൊരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്നൊക്കെ ഇത് പറയാം. അതായത് നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് നമ്മൾ 4 പേരൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്കായിട്ട് കൂട്ട് അവളുണ്ടാവും, കുഞ്ഞാക്കാക്ക് കൂട്ട് കുഞ്ഞാക്കാൻ്റെ ഫ്രണ്ട് ഉണ്ടാവും. അങ്ങനെ ആണുങ്ങൾ അങ്ങനെ ആയിട്ടും പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെണ്ണുങ്ങൾ കൂട്ടാകുമ്പോൾ അത് വേറെ രസമാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സ്ഥലത്തെത്തി. അപ്പം അങ്ങനെ എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. കുട്ടികൾക്ക് എപ്പോഴും അസുഖം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല കേട്ടോ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്കും കഴിക്കാൻ പറ്റൂല. അവർക്ക് കഴിക്കാൻ വാങ്ങിക്കൊടുക്കാതെ പിന്നെ നമ്മളെങ്ങനെ കഴിക്കുക. പിന്നെ ഒരു പോപ്കോണിൻ്റെ ഒരു ബോക്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം മഗ്‌രിബ് ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗത്തിലൂടെയാണ്. ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ശബരിമല കയറി ആ ഒരു സ്റ്റെപ്പ് കയറുന്ന ആ ഒരു ഫീലാണ്. ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ കാണാൻ നല്ലപോലെ ഇടമുടുക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമും ഇരുട്ടും ഒക്കെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഇതിൽ തന്നെയാണ് കയറി പോകുന്നത്. കാലിൻ്റെ മുട്ടുവേദനയും ഇടുപ്പ് വേദനയൊക്കെ ഉള്ളവരൊന്നും ഇതിൽ കയറാൻ പറ്റൂല കേട്ടോ. അത്രയും കയറ്റാണ് കേട്ടോ. നമ്മൾ എന്നെ എങ്ങനെയോ കുട്ടികളെയും മക്കളൊക്കെ എടുത്തിട്ട് അവിടെ എത്തിച്ചതാണ്. പക്ഷേ അധികം ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ നടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങളും കൂടെ അങ്ങനെ വന്ന് അങ്ങനെ മേളിൽ വന്നപ്പോൾ നല്ല അടിപൊളി, കാണാൻ എന്താ പറയുക, നല്ല വൈബ് കേട്ടോ. അതായത് പകൽ ടൈമിലാണെങ്കിൽ നമുക്ക് ഇത്രയും രസം ഉണ്ടാവില്ല കേട്ടോ. ഇത് താഴെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡാമിൻ്റെ ആ ഒരു വരണ്ട ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ്. ഫോണ് ചാടാനും പാടില്ല. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെന്നൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ മലമ്പുഴയിലാണെന്നൊന്നും തോന്നൂല. ഇതുണ്ടോ ഈ ഒരു ഫോട്ടോസിലൊക്കെ നല്ല ബാക്ക് ഭാഗം നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അവിടുന്ന് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഫോട്ടോസൊന്നും വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, രാത്രി ആയിരുന്നില്ല. അതുകൊണ്ട് ഏതായാലും ഇതുവരെ വന്നതല്ലേ, പിന്നെ രാത്രിയായി വലിയ ടൈമും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് മീൻ്റെ അക്വേറിയത്തിലും കൂടെ ഒന്ന് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി അവിടേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ അവിടെയും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ മലമ്പുഴയിലോട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് തന്നെയാണ്. പക്ഷേ ആ ഒരു എല്ലാ ടൈം വരുമ്പോഴൊന്നും ഈ ഒരു അക്വേറിയത്തിൽ പോകാറൊന്നുമില്ല. അങ്ങനെ ഒരു 2-3 തവണയ്ക്ക് നമ്മളിവിടെ വന്നിട്ടുള്ളൂ. അതായത് പാർക്കിൽ വരും, അങ്ങനെ പോകും. ഈ അക്വേറിയത്തിലോട്ട് അങ്ങനെ നമ്മൾ വരാറില്ല. പിന്നെ അവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് റോപ്പ് വേ ആണല്ലോ. അപ്പോൾ അതിലെന്തായാലും നമ്മൾ മസ്റ്റായിട്ടും കയറാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നമുക്കത്ര വലിയ ടൈം ഉണ്ടായിരുന്നില്ല, രാത്രി ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ അധികം ക്യൂ ഒക്കെ നിന്ന് കയറാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം പോകുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ താങ്ക്